നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് 370 സീറ്റുകൾ നേടുക എന്ന വലിയ ലക്ഷ്യമാണ് ബി.ജെ.പിക്ക് മുന്നിലുള്ളത്. എൻ.ഡി.എ സഖ്യം കുറഞ്ഞത് 400 സീറ്റുകളെങ്കിലും നേടി മൂന്നാം വട്ടവും അധികാര തുടർച്ച നേടണമെന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നതും. അതിനനുസരിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ നേതൃനിര തൊട്ട് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. ഇതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ ഉത്തർപ്രദേശിൽ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി വരുന്ന റോഡ് ഷോകളുടെയും റാലികളുടെയും മറ്റും കണക്കുകൾ പുറത്തു വന്നിരുന്നു. മറ്റേതൊരു നേതാക്കളെയും അമ്പരപ്പിക്കുന്ന വിധമാണ് മോദി ഇവിടെയൊക്കെ റാലികൾ നടത്തിയിരിക്കുന്നത്. ഒരു ദിവസം കുറഞ്ഞത് 2-3 റാലികൾ വീതമാണ് മോദി ഒറ്റയ്ക്ക് നയിക്കുന്നത്. തീർച്ചയായും ഇത് തന്നെയാണ് ബി.ജെ.പിക്ക് അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും വലിയ ഊർജം. ഈ ഊർജം തന്നെയാണ് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരിലേക്ക് വരെ എത്തുന്നതും. നിലവിൽ എന്തായാലും പ്രതിപക്ഷ സഖ്യമായ INDA-ക്ക് മുന്നിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. കാരണം തലസ്ഥാനത്തുൾപ്പെടെ INDA സഖ്യം തകർന്ന നിലയിൽ തന്നെയാണുള്ളത്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ ഈ INDA സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാ ബാധ്യതകളും സമാജ്വാദി പാർട്ടിയുടെ ചുമലിൽ വെച്ചുകൊണ്ടാണ് അവർ ഏറ്റവും അധികം സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പോലും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ട വോട്ടെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഇതിനോടകം തന്നെ പല തരത്തിലുള്ള വിശകലനങ്ങളും പുറത്തു വന്നിരുന്നു. പല രാഷ്ട്രീയ നിരീക്ഷകരും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ സാധ്യതകളാണ് ഓരോ മുന്നണിക്കും ഉള്ളത് എന്നതടക്കമുള്ള ചില പ്രാഥമികമായ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാത്രമല്ല, അദ്ദേഹം 7 സംസ്ഥാനങ്ങൾ പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്നുമുണ്ട്. അസം, ബംഗാൾ, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ 7 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയും NDA-യും വലിയ വിജയം തന്നെ സ്വന്തമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ 7 സംസ്ഥാനങ്ങൾ വളരെ നിർണായകമാണ്. ഈ സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, മറിച്ച് ഓരോ സംസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ കാലാവസ്ഥ അതൊക്കെ മാറി മറിയാൻ ഏറെ സാധ്യതയുള്ളതാണ്. ആ സ്ഥാനത്താണ് അമിത്ഷാ ഇപ്പോൾ ഈ 7 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി അല്ലെങ്കിൽ NDA വലിയ രീതിയിലുള്ള വിജയം കരസ്ഥമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അസമിൽ ആകെ 14 സീറ്റുകളാണുള്ളത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളതും അസമിൽ തന്നെയാണ്. മണിപ്പൂർ വിഷയം അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതൊക്കെ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്നുകൂടി അവർ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായും അസമിൽ എത്ര സീറ്റുകൾ നേടുമെന്നുള്ളത് മണിപ്പൂരിൻ്റെ കൂടി ഒരു ചിത്രത്തിൻ്റെ പരിച്ഛേദമായിരിക്കും. അവിടെ ഒന്നും ഒരു ആശങ്കയും ഇല്ലാതെയാണ് അമിത്ഷാ പറയുന്നത് വലിയ വിജയ പ്രതീക്ഷയുണ്ട് എന്ന്. അടുത്ത സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സർവേകളിലും മറ്റും ഏറ്റവും അധികം ബി.ജെ.പി ജെട്ടിപ്പിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലായിരിക്കും എന്നുള്ള പ്രവചനങ്ങൾ പുറത്തു വന്നിരുന്നു. സർവേകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. കാരണം ഇതിലെല്ലാം പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 42 ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി നടത്തുന്ന മുന്നേറ്റം അവരെ 370 എന്നുള്ള സംഖ്യയിലേക്ക് എത്തിക്കാൻ ഏറെ സഹായിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്തർപ്രദേശാണ്. ഒരു സംശയവുമില്ല ബി.ജെ.പിക്ക് അവിടെ. കാരണം അയോധ്യ രാമക്ഷേത്രം പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. 80 ലോക്സഭാ സീറ്റുകൾ 70 സ്വന്തമാക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് തന്നെ ഉത്തർപ്രദേശിലെ പ്രവർത്തകർക്ക് മുന്നിൽ ഉണ്ട് താനും. അവിടെ INDA സഖ്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒന്നും അത്ര വലിയ നേട്ടം ഉണ്ടാക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മായാവതിയുടെ BSP ആവട്ടെ, അവിടെ ഒരു പരിധിയിലധികം നേട്ടമൊന്നും ഉണ്ടാക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അടുത്ത സംസ്ഥാനം മധ്യപ്രദേശാണ്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം ബി.ജെ.പിക്ക് സമ്മാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലും ബി.ജെ.പിക്ക് തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ട്. 29 ലോക്സഭാ സീറ്റുകളുള്ള ഹിന്ദി ഹൃദയഭൂമിയിലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് രാജസ്ഥാൻ. അവിടെയും ഈ കഴിഞ്ഞ നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അധികാരം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 25 ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിലും ബി.ജെ.പിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്തത് ഛത്തീസ്ഗഡ് ആണ്. അവിടെ 11 സീറ്റുകളിലും ബി.ജെ.പിയും NDA സഖ്യകക്ഷിയും തന്നെ നേടുമെന്നും പറയപ്പെടുന്നു. ഉത്തരാഖണ്ഡ്, ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ 5 ലോക്സഭാ സീറ്റുകളിലും ബി.ജെ.പിക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്.
ഈ 7 സംസ്ഥാനങ്ങൾ മാത്രമല്ല, മറിച്ച് അദ്ദേഹം ദക്ഷിണേന്ത്യയെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റ് നടത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലടക്കം പോളിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിലെ ട്രെൻഡും BJPക്ക് അനുകൂലമാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പലതരത്തിലുള്ള വിശകലനങ്ങൾ ഉണ്ടായി. എവിടെയൊക്കെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ട്, ആർക്കൊക്കെ ഇത് അനുകൂലമായി ഭവിക്കുമെന്നതടക്കമുള്ള നിരവധി ചർച്ചകൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. ഇതിനൊക്കെ ഒടുവിൽ ഈ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒന്ന് ശമിച്ച ശേഷമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വോട്ടിംഗ് ട്രെൻഡ് ഉൾപ്പെടെ BJPക്ക് അനുകൂലമാണ് എന്ന്. നമുക്കറിയാം, പലപ്പോഴും പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും മാത്രമേ ദക്ഷിണേന്ത്യയെ ഭരിച്ചിട്ടുള്ളൂ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയൊരു മിഷൻ എന്ന് പറയുന്നത് തന്നെ മിഷൻ സൗത്ത് ആണ്. സൗത്ത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ വേരുറപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം BJPക്ക് മുന്നിലുണ്ട്. കാരണം അത് എത്തിപ്പിടിച്ചെങ്കിൽ മാത്രമേ ഈ 370 അല്ലെങ്കിൽ 400 എന്നൊക്കെയുള്ള അക്കങ്ങളിലേക്ക് ഒരു ഈസി ലാൻഡിംഗ് BJPക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അഴിമതിയും സ്വജനപക്ഷപാതവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മാത്രമാണ് ജനത്തിന് ഇതുവരെ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ പ്രാദേശിക പാർട്ടികളോടും കോൺഗ്രസിനോടും ഒക്കെ ഒരു വെറുപ്പ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നും കൂടി BJPയുടെ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി BJP മാറുമെന്നും ദക്ഷിണേന്ത്യയെക്കുറിച്ചുള്ള പല ധാരണകളും ഇക്കുറി തങ്ങൾ തിരുത്തി കുറിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അമിത്ഷായും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലടക്കമുള്ള പോളിംഗ് ട്രെൻഡുകൾ BJPക്ക് അനുകൂലമാണ് എന്ന്. നമുക്കറിയാം, ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ BJP ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കേരളവും തമിഴ്നാടും തന്നെയാണ്. AIADMKയുടെ ഒരു പിന്തുണയും ഇല്ലാതെയാണ് ഇത്തവണ BJP തമിഴ്നാട്ടിൽ മത്സരത്തിനിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJPക്ക് എന്ത് ലഭിക്കുന്നുവോ അതാണ് അവർ ഇതുവരെ നേടിയിരിക്കുന്നതും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതും തമിഴകത്ത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തവണ അവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും BJPയുടെ യഥാർത്ഥത്തിലുള്ള വോട്ട് ബാങ്ക് എന്നുള്ള ചിത്രവും മനസ്സിലാവും. ഈ ചെറു പാർട്ടികളുമായി കൈകോർത്തുകൊണ്ടാണ് ഇത്തവണ BJP ഒരു പരീക്ഷണം തന്നെ തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നത്. ഇത്തവണ 5 സീറ്റുകളിലാണ് BJPക്ക് തികഞ്ഞ വിജയ പ്രതീക്ഷയുള്ളത്. തമിഴകത്ത് നീലഗിരി, കോയമ്പത്തൂർ, കന്യാകുമാരി, തിരുനെൽവേലി, ചെന്നൈ സൗത്ത് എന്നീ മണ്ഡലങ്ങളിലാണ് BJP വിജയിച്ച് കയറുമെന്ന് അവർ ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോഴാവട്ടെ, ഇവിടെ തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെയാണ് BJP ഏറ്റവും പ്രധാനമായും നോക്കിക്കാണുന്നത്. ഇതിൽ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലധികം തവണ വന്ന് നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉൾപ്പെടെ രംഗത്ത് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അമിത്ഷായുടെ ഈ പ്രസ്താവന BJP പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ഊർജം ചെറുതല്ല. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല. കേരളവും തമിഴ്നാടും മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും കർണാടക, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള നിർണായകമായ സംസ്ഥാനങ്ങൾ വിധി എഴുതാനുണ്ട്. കർണാടകത്തിൽ 14 സീറ്റുകളിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ. ഇനി വരും ദിവസങ്ങളിലാണ് ബാക്കിയുള്ള 14 സീറ്റുകളിൽ കൂടി മത്സരം നടക്കാൻ പോകുന്നത്. ഈ മോദിക്ക് പിന്നാലെ അമിത്ഷാ കൂടി ദക്ഷിണേന്ത്യയിൽ BJP വിജയം നേടും അല്ലെങ്കിൽ പോളിംഗ് ട്രെൻഡുകളൊക്കെ അനുകൂലമാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ പല രാഷ്ട്രീയ മാനങ്ങളുമുണ്ട്. ഇതെന്തായാലും ഇപ്പോൾ BJPയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകൾക്ക്, സീറ്റുകൾ കണക്ക് കൂട്ടുന്നവർക്ക്, വോട്ടിംഗ് ശതമാനം ഉപയോഗിച്ചുകൊണ്ട് എന്തായിരിക്കും ട്രെൻഡ് എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ ആത്മവിശ്വാസമാണ് പകർന്നിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ 7 സംസ്ഥാനങ്ങളിൽ BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവരെ കൊണ്ട് 370 സീറ്റുകൾ തങ്ങൾ ഒറ്റയ്ക്ക് നേടും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറക്കെ വിളിച്ച് പറയാൻ പ്രേരിപ്പിക്കുന്നതും.